നമ്മുടെ ഗെയിമിന് വേണ്ടിയിട്ട് നമ്മുടെ ഓഡിയൻസിനെ വിളിക്കാൻ പോവാണ്. രണ്ട് സൈഡിൽ നിന്നും ഓരോ ആളുകളെ വേണം. അപ്പൊ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ആരെ വേണം. ലേഡീസിന് വേണം, ജെന്റിൽമാനും വേണം. അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആണല്ലേ? എന്നാ ചേച്ചിനെ ആ വിളിച്ചാ. വരൂ. എന്താ പേരെന്താ? സുജ. സുജ. എവിടുന്ന വരുന്നേ? സ്ഥലം? നെടുമങ്ങാട് ചാരുമൂട്. ചാരുമൂട്. ഓക്കെ. അനുജ. അനുജ. എവിടെയാ? സ്ഥലം എവിടെയാ? മരുതൂർ കടവ്. മരുതൂർ കടവ്. ഓക്കെ. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് ഇവരുടെ ടീമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് മത്സരിക്കാൻ വേണ്ടിയിട്ട്. രണ്ടുപേർക്കും ബലൂൺ വീർപ്പിക്കാൻ അറിയോ? ബലൂൺ വീർപ്പിക്കാൻ അറിയോ? വീർപ്പിച്ചിട്ട് അതിനകത്ത് കാറ്റ് കളയാൻ അറിയോ? അത് രണ്ടും അറിയും. അറിയല്ലോ അല്ലേ? ബലൂൺ വീർപ്പിക്കാൻ അറിയില്ലേ? അറിയാം. വലുതായിട്ട് അറിയില്ല. അല്ല, കച്ചവടത്തിന് വേണ്ടിട്ടല്ല. ചെറുതായിട്ട് വീർപ്പിച്ചാ മതി. വലുതായിട്ട് അറിയില്ല, ചെറുതായിട്ട്. ചെറുപ്പത്തിൽ ബലൂൺ വീർപ്പിച്ചിട്ടില്ലേ? ചെറുപ്പല്ലേ? ആണ്. അല്ല, അത് ഞങ്ങള് സെയിം പ്രായക്കാരുണ്ടേ. ശരി. അപ്പൊ എന്തായാലും ഇവർ രണ്ടുപേരും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഗെയിം എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടീസ് ആദ്യം കൊണ്ടുവരട്ടെ. നമ്മുടെ ഗെയിം അങ്ങനെ തുടങ്ങാൻ പോവാണ്. എന്റെ കയ്യിൽ 2 ബലൂൺ ഉണ്ട്. ഇത് രണ്ടുപേർക്കും വേണ്ടി തരാണ്. ഓക്കെ. ഈ ബലൂൺ വീർപ്പിക്കുക. ആ ബലൂണിലെ കാറ്റ് കൊണ്ട് ഇവിടെ 2 കളർ ഡിസ്പോസിബിൾ ഗ്ലാസുകൾ വെച്ചിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ ഇദ്ദേഹത്തിന്റെയും മറ്റേ ഈ സെക്ഷൻ ഇദ്ദേഹത്തിന്റെയും ആണ്. അനുജ ആൻഡ് പേര് സുജ. ഓക്കെ. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയാണ് ഈ ഓരോ കളറുകൾ. അപ്പോൾ അവനവന്റെ പോർഷനിലുള്ള ഈ പേപ്പർ കപ്പുകൾ ഈ ബലൂണിനകത്ത് കിട്ടുന്ന കാറ്റുണ്ടല്ലോ, ബലൂൺ വീർപ്പിക്കുമ്പോൾ കിട്ടുന്ന കാറ്റുണ്ടല്ലോ, ആ കാറ്റ് വെച്ച് ഈ പേപ്പർ കപ്സിനെ താഴേക്ക് ചാടിച്ച് കളയണം. കൈ കൊണ്ട് തൊടാൻ പാടില്ല. പേപ്പർ കപ്സിനെ മുമ്പിലേക്കാണ് വീഴിക്കുന്നത്. അപ്പൊ നമ്മുടെ തരുന്ന സമയത്തിനുള്ള ഏറ്റവും കൂടുതൽ കപ്സ് ആരാണ് വീഴിക്കുന്നത് നോക്കാം. റെഡി അല്ലേ? And your time starts. ഇവിടെ ഹോളുള്ള ബലൂണാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഹോളില്ലാത്ത ബലൂൺ ഇവരെ രണ്ടുപേരെയും കൊണ്ട് മാത്രം ഈ ഗെയിം തീരും തോന്നണില്ല. അല്ല, ഈ പേപ്പർ കപ്സ് എല്ലാം കൂടെ താഴിടാനേ. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേരും കൂടെ ഓരോ ബലൂൺ തന്നാലും ആലോചിക്കാം. ഉല്ലാസേട്ടാ, come on, come on, come on. പെട്ടെന്ന് പെട്ടെന്ന്, come on, come on, come on. ഇല്ലില്ല, ഒരെണ്ണം കൂടി ഉണ്ട്, ഒരെണ്ണം കൂടി ഉണ്ട്. ഉല്ലാസേട്ടാ, അവർ സ്കോർ ചെയ്തു. ഉല്ലാസേട്ടാ എല്ലാ കപ്പുകളെയും ആത്മാവ് വെച്ച് ഊതിയാണ് ഇത്രയും ഗ്ലാസ് ഞങ്ങൾ പുറത്തേക്ക് കളഞ്ഞത്. ഓക്കെ, നല്ലൊരു കൈയടി കൊടുക്കാം പിൻചാന്റെ ടീമിന്. നമ്മുടെ ഈ പാർട്ടിസിപ്പൻസിന് സമ്മാനം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. എല്ലാ എപ്പിസോഡിലും ഞാനാണ് സമ്മാനം കൊടുക്കുന്ന വിശിഷ്ടാതിഥികളല്ലേ സമ്മാനം തരുന്നത്. എല്ലാ എപ്പിസോഡിലും ഞാനാണ്. ധൈര്യമായിട്ട് മേടിച്ചോളൂ, സന്തോഷത്തോടെ. ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായി ഇന്നത്തെ നമ്മുടെ വേദിയിലേക്ക് എത്താൻ പോകുന്ന ആളെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അനീഷ് റാന്നി. സോ അനീഷ്, നമ്മുടെ കോമഡി മസാലയുടെ ഫ്ലോറിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇന്ന് എന്താണ് നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരുക്കിയിട്ടുള്ളത്? സ്പെഷ്യലായിട്ട് ഞാൻ കുറച്ച് താരങ്ങളുടെ ശബ്ദാനുകരണമാണ്. ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിലെ
തെക്കേഴെ മകൾ കാർത്തിയാനിയുമായി നിനക്ക് എന്നതാണ് ബന്ധം? പ്രേമമാണ് മണ്ണേൻകുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ പിന്നാലെ കൂടി ഒടുവിൽ എല്ലാം കഴിഞ്ഞപ്പോ നിനക്ക് അവളെ വേണ്ട അല്ലടാ? പഴയകാല നിത്യഹരിത നായകൻ പ്രേംനസീർ സാറിനെ ഒന്ന് അനുകരിക്കുക. ഓക്കെ. അമ്മാവന്റെ മകള് എനിക്കിഷ്ടമാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ഒരു യുവാവ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു യുവതിയെ കണ്ടുമുട്ടും. ആദ്യം കണ്ടപ്പോൾ വീണ്ടും കാണണമെന്ന് പോകും. അങ്ങനെ വീണ്ടും കണ്ടപ്പോൾ തമ്മിൽ എന്തൊക്കെയോ പറയണമെന്ന് നോക്കും. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. അവിടെയാണ് പ്രേമം പൊട്ടിമുളയ്ക്കുന്നത്. ആ ഇടയ്ക്കാണ് ചെട്ടിക്കുളങ്ങര ഭരണി മഹോത്സവം. അങ്ങനെ ചെട്ടിക്കുളങ്ങര ഭരണി മഹോത്സവത്തിന് ഉത്സവം കണ്ട് നടക്കുമ്പോൾ അടുത്തത് ഞാൻ സുകുമാരൻ, ഓക്കെ. പഴയ ചിത്രത്തിലെ 80-90 കാലഘട്ടങ്ങളിൽ മലയാള സിനിമയ്ക്ക് ഒരു പിടി നല്ല കഥാപാത്രം അവതരിപ്പിച്ച വലിയ കലാകാരന് അന്വേഷിക്കും. അയ്യോ പാവം, അമ്പടിക്കളി മന്ത്രി വന്നു സീമനോട് പറഞ്ഞാൽ, സീഎം വന്നും മന്ത്രിയോട് പറഞ്ഞാൽ തനിക്കെന്ത് കോപ്പാണ്? ഒന്നെങ്കിൽ തോമാത്തിന് ഉത്തരം പറയുക, അല്ലെങ്കിൽ ഓമന പോയാൽ മറ്റൊരു ഓമന. പിന്നല്ലാതെ. അടുത്തത് നമ്മുടെ ഇൻഹരികർ നഗർ എന്ന ചിത്രത്തിലെ ഋഷഭാവ. ചിന്തയിലുണ്ടോ പണ്ട് തീരുമേട്ടിലെ ചായത്തോട്ടത്തിലെ പെൺപിള്ളാറ് വെട്ടരിവാളിന് വെട്ടേറ്റി ചത്ത ഒരു ജോസഫ് പുന്നശ്ശേരി പുതുമണപാടൻ, അവിടുത്തെ പുണ്ണാറ് അനിയൻ ആ ദുഷ്ടാത്മാവിന്റെ ശവം തെമ്മാടിപ്പറമ്പിലേക്ക് വലിച്ചെറിയുന്നത് ഞങ്ങൾ ആരും കണ്ടില്ല. പകരം ആ പുഴുത്തു നാറി ഇറച്ചിക്കിട്ട് ഇമാതിരി 10-25 കൂടി ചുമപ്പിച്ച് നാട് കാണിച്ച് നഗരി കാണിച്ച് കുന്തിരിക്കം പുകച്ച് കവറടക്കിത് മറന്നിട്ടില്ല ഈ നാടും നാട്ടുകാരും. സിസ്റ്റർ അമലയുടെ ചേട്ടൻ എല്ലാ കൂതാശകളും കൊടുത്ത് പള്ളി സെമിത്തേരിൽ തന്നെ അടക്കണം. പറ്റുമോ? ഇല്ലെങ്കിലുണ്ടല്ലോ ഈ പുന്നശ്ശേരിക്കാരുടെ കുടുംബകല്ലറ അലവാങ്കോട്ട് കുത്തിപ്പൊളിച്ച് അവന്റെ അസ്ഥികൂടം എടുത്ത് തിരിച്ച് തെമ്മാടിപ്പറമ്പിൽ ഇട്ടിട്ടേ തോമാച്ച തിരുവനന്തപുരത്തോട്ട് മടങ്ങിപ്പോവും. ബാടാ പിള്ളേരെ. കൊച്ചിൻ കലാഭവൻ എന്ന മിമിക്രി വേദിയിൽ കൂടി മലയാള സിനിമയുടെ വെള്ളിത്തിരയിലെത്തിയ പത്മശ്രീ ജയറാമേട്ടനും. അയ്യേ വായടിക്കട്ടെ തിണ്ടി ചത്ത ശവം പ്രേമിക്കാൻ പറ്റൊരു ചളുക്ക് അതൊക്കെ പള്ളി ചെന്ന് പറഞ്ഞു വിതിരി. ഏത് പള്ളി? പരുമല പള്ളി. ഈ അവിലെ പിടിക്കേണ്ടി സാമ്പാട്ടി കൂട്ടിക്ക് മനുഷ്യ വണ്ടി ബാബി ചെണ്ടി തൂക്കി എന്റെ പിന്നാലെ നടന്ന നാണക്കടാർക്ക. വണ്ടി വിട് വണ്ടി വിട് വണ്ടി വിട് മോനെ. അടുത്തത് പകരം വെക്കാൻ ഇല്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട തിലകൻ സാറിനെയാണ്. തിലകൻ സാറിന്റെ വോയിസ്. ഏപ്പാടത്ത് വലിയ തിരുമേനി എൻ്റെ ഗുരുവാണ്. ഒരു ജന്മത്തിലും ഈ ജന്മത്തിലും പാവം ചെയ്ത മഹേന്ദ്ര 3-ാം നാൾ പച്ച ജീവനോടെ മണ്ണിനടിയിൽ കുഴിച്ചിട്ട കുഞ്ഞിൻ്റെ ആത്മാവ് തന്നെ കൊണ്ടേ പോ. അന്ന് ബ്രിട്ടീഷുകാരൻ പകരമായി ചോദിച്ചത് മറ്റൊന്നുമല്ല, ഈ രാജ്യത്തിന്റെ പടനായകനായ ഇന്ദുചൂടന്റെ അതിസുന്ദരിയായ പത്നി ഭാനുമതിയെ എന്തു വില കൊടുത്തും പ്രഭുവിന്റെ ആജ്ഞ നിറവേറ്റാൻ ടിപ്പു തീരുമാനിച്ചു. ജന്മത്തിൽ നിങ്ങളൊക്കെ ആരായിരുന്നറിയോ? അട്ടയായിരുന്നു. വെള്ളി നക്ഷത്രം എന്നുള്ള സിനിമയിലെ ഡയലോഗാണ് അല്ലേ? യെസ്. ഓക്കെ. അടുത്തത് മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ നിറക്കൂട്ട് എന്ന ചിത്രത്തിലെ ഒരു പഴയ ഡയലോഗ്. മേഴ്സി എൻ്റെ എല്ലാമായിരുന്നു, എൻ്റെ എല്ലാമായിരുന്നു. എൻ്റെ ഭാര്യയായിരുന്നു മേഴ്സി, എൻ്റെ മോളായിരുന്നു മേഴ്സി, എൻ്റെ അമ്മയായിരുന്നു മേഴ്സി. എന്നിട്ട് നിങ്ങൾ അവളെ കൊന്നു. എൻ്റെ മേഴ്സിയെ കൊന്നവരെ ഞാൻ കൊന്നു. നിയമത്തിൻ്റെ ഒരു പഴുത് പോലുമില്ലാതെ. തമിഴ് സിനിമയുടെ പ്രകാശ് രാജ്.
டாய் நான் அழமாட்டடா என்னடா செய்வேன் என் குமரன் கிங்கோஸ்டா கிங்கோஸ் யாரும் தெரியுமா என் தம்பிடா 30 வருஷமா ஜெயிலுக்குள்ள அனுப்பிச்சிட்டாங்களா டா செல்லா ஐ லவ் யூடா ஐ லவ் யூ ഓക്കെ അനീഷ്, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അനീഷിന്റെ പെർഫോമൻസ്? ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആയിരുന്നു. സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചേച്ചിമാര്. എങ്ങനെയുണ്ടായിരുന്നു? പിള്ളേരെന്ത് പറയുന്നു? സൂപ്പർ. അപ്പൊ എല്ലാവർക്കും പറയാനുള്ളത് സൂപ്പർ ആയിരുന്നതാണ്. ആൻഡ് നമുക്ക് ഇവരോടും കൂടെ ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. അനീഷ് ഏതാ സമിതിയിൽ ചെയ്യുന്നുണ്ടോ? ഞാൻ കൊല്ലം സിറായിക്കയുടെ കൂടെ ആയിരുന്നു ഒരു 3 വർഷം. പിന്നീട് വെളിയനാട് സുരേഷ് ഏട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പം ഞാൻ ആലപ്പുഴയിലെ ഷൈജു പുന്നപ്ര ടീം നയിക്കുന്ന ആശീർവാദ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിൽ ഇപ്പോൾ സജീവമായിട്ടുണ്ട്. നിറയെ ഷോസ് ഉണ്ട്, ദൈവാനുഗ്രഹിച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നു. എല്ലാ ഈശ്വരാനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. ഒരുപാട് സ്റ്റേജുകളിൽ ഇങ്ങനെ പറന്ന് നടന്ന് പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരം ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അശാനെ, ഇതാണോ സ്ഥലം? തന്നെ ആയിരിക്കും. ഇവിടെ കിഴക്കെവിടെടാ? കലത്തിൽ. കലത്തിലോ? എന്തുവാ? കിഴങ്ങല്ലേ? കിഴങ്ങല്ല ചോദിച്ചടാ, കിഴങ്ങാ. കിഴക്കെവിടാന്നാ ചോദിച്ചത്. കിഴക്ക് സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന അവിടെ, അപ്പൊ അതായിരിക്കും കിഴക്ക്. ആ, സൂര്യൻ അവിടെ ആകുമ്പോ പടിഞ്ഞാറ് അവിടെ ആയിരിക്കും. കണ്ടോ എന്റെ ആശാന്റെ ജ്ഞാനം. അത് വലിയ ബുദ്ധിയാ അത്. കിഴക്കതാണെങ്കിൽ പടിഞ്ഞാറതാന്ന് ഏത് കൊച്ചുകുട്ടിക്ക് അറിയാൻ പാടില്ല. ത്രിലോക ജ്ഞാനിയാ. നീ കിടിക്കാന്നാ വല്ലവരും കളിയാക്കുന്നുണ്ട്, ചിരിക്കാനാണ് എന്നെ വന്നത്? അല്ല, പണിയാൻ വന്നു. പഠിക്കാനാ? നീ പഠിക്കുന്നു, നീ എന്നെ കളിയാക്കണ. നീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നോട് എന്റെ അനുവാദം ഇല്ലാതെ ഒരു ഒറ്റ തടിയിലോ ഒറ്റ കാര്യമോ നീ ചെയ്തു പോലും. മനസ്സിലായല്ലോ? അതെന്തോ ആശാൻ അങ്ങനെ നീ പറയാം? അങ്ങനെ ചെയ്യണ്ട. അതെ, ഹലോ, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്? എന്താ? അദ്ദേഹത്തിന്റെ ആശാനല്ലേ നിങ്ങൾ? അതെ. അദ്ദേഹത്തിന് ഒരു തടിയിലും തൊടിക്കാതെ അയാൾ എങ്ങനെയാണ് പണി പിടിക്കുന്നത്? നിങ്ങളെ വിശ്വസിച്ച് അങ്ങനെ കൂടെ നടക്കുമ്പോൾ അയാൾക്ക് പണി പിടിക്കണം എന്നുള്ള ആഗ്രഹത്തിലല്ലേ വരുന്നത്? സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് നിങ്ങൾ പറയുന്നത്? അതെ, അയാൾക്ക് തടി പണിയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് പറയുന്നത്. കൊടുത്താലേ പയ്യനെന്തെങ്കിലും നിങ്ങളെ പോലെ പണിക്കാനാകുമ്പോഴോ? ഒരു പ്രാവശ്യം ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തു. നിങ്ങൾക്ക് അറിയാവോ? രമണി ടീച്ചറിന്റെ വീട്ടിലെ കക്കൂസിന് കഥ ഇടാൻ ഇവനെ സ്വാതന്ത്ര്യം കൊടുത്തു. ഇവനെ അവിടെ വിട്ടു. യവൻ അവിടെ ചെന്ന് കക്കൂസിന് കഥ വിട്ടു. നിങ്ങൾക്ക് അറിയണോ? കക്കൂസിന് സാധാരണ കഥ ഇടുമ്പോൾ നമ്മൾ ഗ്യാപ്പ് ഇടുമല്ലോ മുകളിൽ. യവൻ എവിടെ ഇട്ട ഗ്യാപ്പ് എന്നറിയോ? താഴെ. ഈ യവന് ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റുമോ? മനസ്സിലായോ? അതുകൊണ്ടാണ് പറഞ്ഞാൽ ഞാൻ അറിയാതെ ഒരു പണി നീ ചെയ്യരുതെന്ന് പറഞ്ഞത്. ആശാനെ, എന്നെ പണിയിച്ചാലും പണിയിച്ചില്ലേലും എനിക്ക് ഇന്ന് വൈകിട്ട് 500 രൂപ കൂടുതൽ തരണം. അതെന്തിനാണ് 500 രൂപ? എന്റെ ഭാര്യയുടെ മുടി ഒന്ന് സ്ട്രൈറ്റ് ചെയ്യാൻ. എന്തിനാ? മുടി ഒന്ന് സ്ട്രൈറ്റ് ചെയ്യാൻ. ഭാര്യയുടെ മുടി സ്ട്രൈറ്റ് ചെയ്യാൻ. അങ്ങനെ ഞാനേ ഒരു 500 ഇട്ട് 1000 അങ്ങ് തരാം. അതെന്തിനാ? നിന്റെ ഭാര്യയുടെ നാക്കൂടെ സ്ട്രൈറ്റ് ചെയ്യാൻ. അവിടെ ചീത്തവടി കൊണ്ട് എനിക്ക് അയലത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ലെന്ന്. അത്രയ്ക്ക് ചീത്തവടിയാണ്. ആശാനെ, ഭാര്യമാരെ കുറിച്ച് അങ്ങനൊന്നും പറയരുത്. എന്താ? ഭൂമിദേവി അറിയാവോ? ഭാര്യമാരോ? ആന്ന് ഉറങ്ങി കിടക്കുമ്പോ ഉണർന്നിട്ട് നീ കണ്ടിട്ടുണ്ടോ ഭാര്യമാരെ? പുലാന്തേവിയാ, പുലാന്തേവി. അറിയാവോ? എന്റെ ഭാര്യയുടെ കാര്യം എനിക്ക് അറിഞ്ഞാൽ. നിന്റെ ഭാര്യയുടെ കാര്യം ഒന്ന് പറയണ്ട. അല്ലെ ഞാൻ ചോദിച്ചോടാ, നിന്റെ വീട്ടിലുള്ളവർക്കല്ല ഈ മൂളാനെ അറിയത്തുള്ളൂടാ. നാക്കില്ലേ, സംസാരിക്കത്തില്ലേ? അതാ എനിക്ക് പറഞ്ഞേ. ഞാൻ ഇവരോട് ഒരു ദിവസം ഇവനെ തിരക്കി അവന്റെ വീട്ടിൽ ചെന്ന് എല്ലാവരും മൂളുവാണ്. അത് ഇവന്റെ അച്ഛനെ കണ്ട് ഞാൻ ചോദിച്ചു, രാജു ഇവിടെ ഉണ്ടോ? രാജു എന്നേരം അച്ഛൻ ഒരൊറ്റ പോക്ക്, ഒന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ എന്ത് പറ ഇങ്ങനെ പോകുന്നേ? അപ്പൊ അവരുടെ അമ്മ വന്നു. അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മേ രാജു ഇവിടെ ഉണ്ടോ? എന്നേരം ഒരൊറ്റ പോക്ക്. ആണെന്നേ. പിന്നെ അവസാനം എൻ്റെ ഭാര്യ വന്ന് ഭാര്യയോട് ഞാൻ ചോദിച്ചു, ഈ രാജു ഇവിടെ ഉണ്ടോ? നിന്റെ ഭർത്താവ് രാജു ഇവിടെ ഉണ്ടോ? അപ്പോൾ ഒറ്റ മുഴുവൻ പോക്ക്. ഇതെന്താ ഇങ്ങനെ ഇത്? എനിക്കറിയത്തില്ല. എടാ, ഞാൻ ഇത് വല്ല അസുഖം എന്നോ? നിനക്കുണ്ടോ ഈ അസുഖം? ചോദിച്ച് ഞാൻ ഇനി എടുത്തു കേട്ടോ. ആശാനെ, പെണങ്ങല്ല ആശാനെ എന്നും പറഞ്ഞ എന്റെ വീട്ടിൽ വരാതൊന്നും ഇരിക്കരുത്. എന്തിന്? വീട്ടിൽ ചെറിയ വിശേഷമൊക്കെ. വിശേഷം എന്താ വിശേഷടാ? അനിയന്റെ കല്യാണമൊക്കെ റെഡിയായി. കല്യാണം റെഡിയാണ്. എന്നാടാ കല്യാണം? നീ പെണ്ണ് കാണണം. ഇവന് പ്രാന്താണോ? പെണ്ണ് കാണാൻ പോന്നോ? അല്ല, പെണ്ണ് കണ്ടിട്ട് വേണ്ടേ കല്യാണം? പെണ്ണ് കാണാൻ പോന്നോ? എന്നാ പോകുന്നത്? ബ്രോക്കറോട് വല്ലതും പറയണം, പറ്റുന്ന പെണ്ണ് വല്ലതും ഉണ്ട്. ബ്രോക്കറിനോട് പോലും പറഞ്ഞില്ല ഇതുവരെ കല്യാണം റെഡി ആയെന്ന് പറഞ്ഞ എന്നെ ക്ഷണിക്കുന്ന ഞാൻ വിചാരിച്ചു. അല്ല ആശാനെ, അവനുള്ള പെണ്ണിനെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? അവനാണെങ്കിൽ ഭയങ്കര സങ്കല്പം അവൻ കിട്ടുന്ന പെണ്ണിനെ. എന്താ സങ്കല്പം?
അതായത് മാനിന്റെ കണ്ണായിരിക്കണം. മാനിന്റെ കണ്ണ് പറ പറ. മയിലിന്റെ അന്നനട നടത്തമായിരിക്കണം. ശരി ശരി. മയിലിന്റെ അന്നനടയോ? ചുണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്തയുടെ ചുണ്ട് പോലെ ഇരിക്കണം. തത്തയുടെ ചുണ്ട് പോലിരിക്കണം. പിന്നെ അരി പെറുക്കി തിന്നാനാണ്. ആ എന്തോ അറിയത്തില്ല, കേക്കട്ടെ. പക്ഷെ പൊക്കത്തിന്റെ കാര്യത്തിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. ഒട്ടകത്തിന്റെ പൊക്കം വേണം. അപ്പം മാനിന്റെ കണ്ണ്, തത്തയുടെ ചുണ്ട്, അന്ന നടത്തം, ഒട്ടകത്തിന്റെ പൊക്കം. ഈ മനുഷ്യൻ്റെതായിട്ടുള്ള ഒന്നും വേണ്ട ഇതിന്റെ അനിയൻ. അത് വേണം, അത് വേണം. എന്നിട്ട് എല്ലാം മൃഗങ്ങളുടെ ഏതെങ്കിലും വേട്ടക്കാരനോട് പറയടാ, അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി തരും നിനക്ക് പെണ്ണിന്. നിങ്ങൾ കുറെ 1 മണിക്കൂർ ആയാലും വന്നിട്ട് സംസാരിച്ച് നിൽക്കാതെ പണി തുടങ്ങിയിട്ടില്ല. അത് ശരി, ഒരു കാര്യങ്ങൾ സംസാരിച്ച് വന്നപ്പോ അങ്ങനെ അങ്ങോട്ട് പോയതാണ്. കറക്റ്റായിട്ട് വൈകിട്ട് പൈസ ആ അതല്ലേ. ഇവിടെ കന്നിമൂല ഏതാടാ? കന്നിമൂല അതായിരിക്കും കന്നിമൂല. അതാണോ കന്നിമൂല? നീ ഇപ്പൊ എന്റെ കൂടെ ഇങ്ങോട്ട് വന്നത്, പിന്നെ ഇവിടുത്തെ കന്നിമൂല നിനക്ക് എങ്ങനെ അറിയാം? അവിടുന്നല്ലേ നല്ല കഞ്ഞിയുടെ മണം. എടാ കന്നിമൂലയല്ലടാ, കന്നിമൂലയാണ് ചോദിച്ചത്. കന്നിമൂല. ആ നീ ഒരു കാര്യം, ആ തടിയെ നോക്ക്. തടി നോക്കേ. അവസാനേ ആ ആ തടി കണ്ടിട്ട് ഊട്ടിയാണെന്ന് തോന്നുന്നു. തടിയേ ഊട്ടിയാണെന്ന് തോന്നുന്നു. ഊട്ടിയല്ലടാ, കൊടൈക്കനാല്. അത് ഈട്ടിത്തടിയാടാ, ഈട്ടിത്തടി. ആ തടി ആണാണോ പെണ്ണാണോ നീ കൊട്ടുപിടി വെച്ച് തട്ടി നോക്കിയേ. കുട്ടിയോട് തട്ടി നോക്കാനോ? ആ അതെങ്ങനെ മനസ്സിലാപ്പോ ആണാണോ പെണ്ണാണോ? അതങ്ങനെ വിദ്യ ഉണ്ട്, അതൊന്നും അറിയില്ലല്ലേ. നമ്മള് ഈ തടി ആണാണോ പെണ്ണാണോ നോക്കുന്നത് തടിയിൽ ഇങ്ങനെ തൊട്ട് നോക്കും. അതായത് തടി ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ വന്ന് ചുറ്റി വെച്ച് ഒറ്റയടി, ഒരു നാണമില്ലാതെ അനങ്ങാതെ കിടക്കും, അത് ആൺതടിയാണ്. മനസ്സിലായില്ലേ? അതേപോലും നമ്മൾ ചുറ്റി വെച്ച് ഒറ്റയടി അടിച്ചാൽ റബ്ബർ പന്ത് പോലെ തെറിച്ച് നമ്മുടെ തോളെ കയറി വന്നാൽ അത് പെണ്ണ്. തെറിപ്പുള്ളത് പെണ്ണ്, നാണമില്ലാതെ കിടക്കുന്നതാണ്. ആണല്ലേ? അങ്ങനെയാണ്. ആ ശരി. അല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? നിങ്ങൾ എത്ര വർഷമായി ഈ ഫീൽഡിൽ? ഞാൻ ഏതാണ്ട് 30-35 വർഷമായി. ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 58 വയസ്സോളമായി. ആണല്ലേ? ഈ തടിയോടൊക്കെ പണ്ടത്തെ കാരണന്മാര് പറയണത് എന്താണെന്നറിയാമോ ഉല്ലാസ് ഭായി? തടിയോടൊക്കെ നമ്മൾ അനുവാദം ചോദിച്ചിട്ടേ, ഇപ്പൊ ഒരു കാട്ടിൽ ചെന്ന് തടി വെട്ടാൻ ചെല്ലുവാണെങ്കിൽ അവിടുത്തെ പക്ഷിമൃഗാദികളോട്, കുരങ്ങനോട്, അവിടുത്തെ എല്ലാവരോടും ചോദിച്ചിട്ട് വേണം തടി വെട്ടാൻ. അതിന് നോവരുത്. അതിനോട് അനുവാദം ചോദിച്ചിട്ട് അനുവാദം തന്നാൽ മാത്രമേ വെട്ടാൻ പാടുള്ളൂ. അങ്ങനെയാണ്. മരത്തിന്റെ അനുവാദം മേടിക്കണം. അപ്പൊ ഒരു കാര്യം ചെയ്യടാ, ഇനി നമ്മൾ തടി വെട്ടുമ്പോ ഞങ്ങളൊരു കാര്യം ചെയ്യാം. ഞാൻ വെട്ടിക്കോട്ടെ, അനുവദിക്കണേ എന്ന് അനുവാദം ചോദിച്ചിട്ട് ഒന്ന് തടി ഒന്ന് വളച്ച് നിർത്തി, കയറ് കെട്ടി വളച്ച് നിർത്തിയിട്ട് ഇങ്ങനെ വളച്ച് നിർത്തുമല്ലോ. അപ്പൊ ഒരു അനസ്തേഷ്യം കൂടെ കൊടുത്തിട്ട് തടി മുറിക്കും. അങ്ങനെ ആകുമ്പോൾ വേദനിക്കത്തില്ല. ഒന്ന് പോടേ, എന്താണ് ഇതൊക്കെ പറയുന്നത്? അത് പോട്ടെ, ഞങ്ങൾ പണി മുടങ്ങാൻ പോവാണ്. ഞങ്ങൾക്ക് 1 ലോഡ് മണൽ വേണം. 1 ലോഡ് മണലോ? 1 ലോഡ് മണൽ. മണൽ എന്തിനാണ് ഇവിടെ? തടിപ്പണിക്കല്ലേ നിങ്ങൾ വന്നത്? തടിപ്പണിക്കാണ്, അതാണ് പറഞ്ഞത്. മണൽ വേണം, 1 ലോഡ് മണൽ വേണം. തടിപ്പണിക്ക് എന്തിനാ മണല്? ഞങ്ങൾക്ക് ഉളി തേക്കാൻ 1 ലോഡ് മണൽ വേണം. അപ്പൊ തേപ്പാണ് മിക്കവാറും. അതൊക്കെ അങ്ങനല്ല, പറഞ്ഞു വിടറ എന്നെ പറ്റി. എന്റെ ആശാനെ കുറിച്ച് അങ്ങനൊന്നും പറയാം. ഞാൻ പറഞ്ഞേക്കണം, ഞാൻ പെരുന്തച്ഛന്റെ അല്ല, പെരുന്തച്ഛന്റെ ഫോട്ടോ വെച്ച് പണി തുടങ്ങുന്ന ഒരു തടിപ്പണിക്കാരനാണ് ഞാൻ. മനസ്സിലായില്ലേ? മാത്രമല്ല ഞാൻ തടിയിലും കല്ലിലും പണിയും. തക്കം കിട്ടിയ വീട്ടുകാർക്കിട്ട് പണി. ഇവൻ എന്തിനാണ് വന്നത്? എന്റെ കൂടെ പണി പഠിക്കാൻ വന്നതോ അത് എന്നെ കൊച്ചാക്കാൻ വന്നതോ? അല്ല, നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് എനിക്കത് പണി അങ്ങ് തുടങ്ങിയാൽ നമ്മൾ ഇന്ന് പണിയുന്നില്ല. നമ്മൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടു വെക്കാനായിട്ട് വന്നതാണ്. മോഷ്ടിക്കാൻ വന്നോ? അല്ലല്ല, ഈ സ്ഥലം കൂടി എനിക്ക് ഇന്ന് കോടതി വരുന്ന ഒരു വാദമുണ്ട്. കോടതിയില്ല? ആ, അപ്പൊ വക്കീലാണോ? ആ വക്കീലല്ല, ഇതെന്റെ കേസിന്റെ അവസാനത്തെ വിധി പറയുന്നത്. കൊലപാതകീനെയൊക്കെയാണ്. കൊലപാതകം എന്ന് പറയരുത്. ഒരു അബദ്ധം പറ്റിയതാണ്. എന്താ പറ്റി? മറ്റൊന്നുമല്ല, എന്റെ ആശാന് ഞങ്ങളുടെ ഒരു വീട്ടിൽ പണിയാൻ പോയി. അപ്പൊ ഇവിടെ കഥക് പിറ്റിയായിരുന്നു. കഥക് പിറ്റി ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, ആ കഥക് ചാരിപ്പാതെ മറിഞ്ഞു പോകുന്നത് പിടിച്ചേക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്ന് ഇങ്ങനെ കഥക് ചാരി പിടിക്കുകയാണ്. ഈ ആശാനത് എന്റെ മേളിക്കട ഇങ്ങനെ ഒരു സ്ക്രൂ ഇട്ട് ഇങ്ങനെ മുറിക്കൊണ്ടിരിക്കുകയാണ്. അത് മുറിക്കൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഡേയ് നീ ആ വീതുളി ഞാൻ എടുക്കാൻ പറഞ്ഞു. അപ്പൊ കഥകിന് പിടിവിടാൻ പറ്റത്തില്ലല്ലോ, നീ ഒന്ന് ഇന്ന് കാണിച്ചേ. ഇങ്ങനെ നിന്ന് പിരിക്കുകയാണ്, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. മനസ്സിലായില്ലേ? വീതുളി എടുക്കാൻ പറഞ്ഞേ, ഡേയ് ആ വീതുളി എടുത്താടേ. ഞാൻ കഥകിന് പിടിവിടാതെ വീതുളി എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്ത് തീർന്നു. വെള്ളയ്ക്കാ തീർന്നു. അങ്ങനെ അബദ്ധം പറ്റിയല്ല, മനഃപൂർവ്വമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കേസ് ഒന്ന് നോക്കിയിട്ട് ഞാൻ വരാം. നല്ല ഗുരുത്തുള്ള പണിക്കാരനാണ്. നെടുമങ്ങാട് ചെല്ലപ്പൻ എന്ന് പറഞ്ഞാൽ ആരും അറിയും. നെടുമങ്ങാട് ചെല്ലപ്പൻ. ആഹാ, അപ്പൊ ആ ആള് നിങ്ങളാണ്. സൂപ്പർ പണി, അത് എനിക്ക് മനസ്സിലായി. എന്റെ ചേട്ടനെ ഗൾഫിലായിരുന്നു. ഉല്ലാസ് ഭായി കേൾക്കണം, എന്റെ ചേട്ടൻ ഗൾഫിലായിരുന്നു. പുതിയൊരു വീട് പണിതിട്ട് പാലുകാച്ചിന്റെ അന്ന് ഫ്രണ്ട് ഡോറ് മലക്കം മറിഞ്ഞങ്ങ് വീണു. കൊത്തുപണിയൊക്കെ ചെയ്ത് ഭയങ്കര വിലയുള്ള വീടിന്റെ ഫ്രണ്ട് ഡോറ് മറിഞ്ഞു വീണെന്ന്.
അത് ആരാണ് പണിത്? ആ പാലുകാച്ചൻ ഈ പുള്ളി പണിത്. എവിടുത്തെ കാര്യം പറഞ്ഞത്? അതായത് എവിടെ നെടുമങ്ങാടല്ലേ, ആ. നെടുമങ്ങാട് ജംഗ്ഷനിൽ നിന്ന് ആ. ഇടത്തോട്ട് തിരിയുമ്പോ 4ാമത്തെ വീട്, ആ വലിയ വീടില്ലേ ആ, ആ. ആ വീട് നിങ്ങളാണ് ആ, പണിത് അതെയാണ് അല്ലേ? ഞാനാണ്. അതിന്റെ ഫ്രണ്ട് ഡോർ ആണ് മറിഞ്ഞാടി എന്ന് പറഞ്ഞേ. പാലുകാച്ചിന്റെ അന്ന് പാലുകാച്ചിന്റെ അന്ന് അതങ്ങനെ പറയാൻ സാധ്യതയില്ലല്ലോ. ആ പറഞ്ഞു. അയ്യേ, അങ്ങനെ പറയാൻ സാധ്യതയില്ല. കഥ അങ്ങനെ പറയാം. നമ്മൾ പഠിക്കുന്ന കഥ ഒന്നും അങ്ങനെ പറയത്തില്ല. അതിനെ ഞങ്ങൾ പിന്നെ നുണ പറഞ്ഞാന്നാണ് നിങ്ങൾ പറഞ്ഞത്. നുണ പറഞ്ഞായിരിക്കും. പാലുകാച്ചിന്റെ അന്നാം ഡോറ് മറിഞ്ഞു വീണു. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ സാറേ. മറിഞ്ഞു വീണു പറഞ്ഞു വീണെന്നാ അവരല്ലേ പറയുന്നത്. അങ്ങനെ പറഞ്ഞേ. വീണെങ്കിൽ ഒരു കാര്യം എനിക്ക് സംശയം, എന്റെ സംശയം ഇതായിരിക്കും. അതാ ഒന്നുകിൽ നിങ്ങൾ ആരെങ്കിലും ആ കഥ തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്തു കാണും. ഇല്ലെങ്കിൽ അങ്ങനെ വരാൻ വഴിയില്ല. അല്ലെ കഥ പണിയുന്നത് തുറക്കാനും അടയ്ക്കാനല്ലേ? തുറക്കുവാനും കഥക് അടയ്ക്കാനും. പണിയുന്നത് തുറക്കാനോ അടയ്ക്കാനോ ആണെന്നല്ല എനിക്കറിയാം. പിന്നെ പക്ഷെ ആ വീട്ടുകാരെന്തോ പറഞ്ഞറിയോ, നല്ല കൊത്തുപണിയുള്ളൊരു കഥ, നല്ല ഫ്രണ്ട് വ്യൂവിൽ കറക്റ്റ് ആയിരിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ ചെയ്തത്. പിന്നെ കഥക് തുറക്കാനോ അടക്കാനോ ആണെന്ന് അവരെന്നോട് പറയണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ വിജാവിരിയും കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. വിജാവിരിയും സാധനമുണ്ട്, അത് ഫിറ്റ് ചെയ്യാൻ അവരെന്നോട് പറഞ്ഞില്ല. ഇയാൾ എവിടുത്തെ മേച്ചിരിയാണോ? അതോട് കഥ പണിയുമ്പോ അറിയത്തില്ല വിജാഗിരി ഫിറ്റ് ചെയ്യണോ? അയ്യേ, അത് എന്നോട് പറയണം. തുറക്കണോ അടക്കണോ എന്ന് എന്നോട് പറയണം. കഥ ഫ്രണ്ട് ഡോർ ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഫിറ്റ് ചെയ്ത് കൊടുക്കും. ഇതൊക്കെ ഒരു യുക്തിയല്ലോടോ, ഇത് പറഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ യുക്തിയുള്ളൂ, ഇത്രയുള്ളൂ യുക്തി. ഞാൻ എന്നോട് പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. എന്തൊരു മേച്ചിരിയാണ്? അവന്റെ മേശിരി അത് യുക്തിപൂർവ്വം ആ വർക്ക് ചെയ്ത് കൊടുക്കണ്ടേ? ഞാനൊന്ന് ഒരു ചോദിച്ചോട്ടെ. കഥവ് പണിയുമ്പോ അതിനകത്ത് വിജാഗിരി ഫിറ്റ് ചെയ്യണം എന്നുള്ളത് പണഞ്ഞാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ. അങ്ങനെ ചെയ്യത്തുള്ളൂ. എന്തിനാ ഞാൻ ചോദിച്ചോട്ടെ, മേശിരിയാണ്? നിങ്ങൾ യുക്തിപൂർവ്വം പണിയൂ? ഞാനാണ് യുക്തിപൂർവ്വം അത് ചെയ്യും. യുക്തിപൂർവ്വം പണിയുന്ന ആളാണോ? ആ, ചെയ്യും. ഉറപ്പാണോ? ഉറപ്പാണ്. ഇയാളെ കൊണ്ട് ഉണ്ടാക്കും. ഇവിടുത്തെ പണിയല്ല ഞാൻ ചെയ്യുന്നില്ല. ചെയ്യണോ? അല്ല നിങ്ങളെ അല്ല അത് വലിയ യുക്തി ഉണ്ടാക്കുന്നതാണ്. ഇയാളെ ചെയ്യും. ഇയാൾ എവിടുത്തെ മേച്ചിരിയാണോ? അങ്ങനെയുള്ള മേശിരി ഉണ്ട്.